എന്തിനാണ് ഉത്സവം നടത്തുന്നത്? അത് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടൊന്നും? ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഒറ്റ വാക്ക് ഉത്തരം പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. കാരണം ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളുടെ കുറവുകളൊക്കെ ഉണ്ടാകുന്നില്ല. നമ്മൾ പൂജാകാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കുറവുകളോ പാളിച്ചകളോ ഒക്കെ ഉണ്ടാവുമെങ്കിൽ പിന്നെ അത് ശരിയായ രീതിയിൽ പരിഹരിക്കുക എന്നുള്ളതാണ് ഉത്സവം. ഉത്സവം എന്ന് പറയുന്നത് ദേശത്തിൻ്റെ എന്താ പറയുക ആഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ആദ്യം പറഞ്ഞ് സിമ്പിളായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നതല്ല എങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ആഘോഷമാണ്. നമ്മുടെ ഭഗവാനുമായിട്ട് ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്, ആ ഒരു ഉത്സവം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ നമുക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. ആ പിറന്നാളായിട്ട് ഒരു ബന്ധമുണ്ടായിട്ടൊരു ആഘോഷമാണ്. ഇതല്ല ഇതിൻ്റെ മറുപടി. ഇന്നും കുറെ കൂടെ വിശദമായിട്ടുള്ള മറുപടി ഉണ്ട്. അത്രയും കാര്യങ്ങളൊന്നും നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. എന്നാലും ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ നമുക്കുണ്ടാകുന്ന കുറവുകൾ, ക്ഷേത്രത്തിൻ്റെ ആചാരലംഘനമോ ക്ഷേത്രത്തിനകത്ത് ഉണ്ടാകുന്ന അശുദ്ധിയോ, ഇതെല്ലാം ഒരു ഉത്സവ കാലഘട്ടത്തിൽ നമുക്ക് ക്ഷേത്ര ആചരണ സമയത്ത് ക്ഷേത്രത്തിൻ്റെ പരിഹാരക്രിയകളിലൂടെ, കലശത്തിലൂടെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം. അതാണ് സമയത്ത് നടക്കുന്നത്. ഉത്സവാദി സമയത്ത് കലശങ്ങളും ബാക്കി ശുദ്ധിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം കുറവ് വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ പൂജാലോപങ്ങൾ സംഭവിക്കാറുണ്ട്. പൂജാലോപം സംഭവിക്കാന്ന് വെച്ചാൽ ഇപ്പം ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് വിചാരിച്ചാൽ ആ രീതിയിൽ പൂജ കഴിക്കാൻ പറ്റില്ല. അത് ക്ഷേത്രശാലികളുടെ അറിവില്ലായ്മയല്ല. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്കത് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ലോപങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ സമയത്ത് തന്ത്രിയുടെ നേരിട്ടുള്ള പൂജാ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ശരിക്കും മാറ്റം വരുന്നതാണ്. ഭഗവാന്റെ അഭിവൃദ്ധിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്നുണ്ടാകും ഉത്സവം എന്ന് പറഞ്ഞാൽ. ആ ഉത്സവ സമയത്താണ് നമുക്ക് ക്ഷേത്രത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ അതുവരെ ഉണ്ടായ കുറവുകളെല്ലാം പരിഹരിച്ച് ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങളെല്ലാം പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങളും പല രീതിയാണ്. അപ്പോൾ ആ ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും ആ ഭംഗിയായിട്ട് മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉത്സവം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പരിപാടി സ്റ്റേജ് പ്രോഗ്രാമില്ല. സ്റ്റേജ് പ്രോഗ്രാമുകളിൽ നാമജപം വളരെ നന്നായിരിക്കും. നാമജപിക്കുന്നത് നല്ലതാണ്. വളരെ നാമജപിക്കുന്നതിനേക്കാൾ പുണ്യം വേറെ പോയില്ല. കാരണം നമുക്ക് സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നതിന് നല്ല ഭക്തിഗാനമേളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ആരാണെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മയില്ല. പക്ഷെ അദ്ദേഹം ക്ഷേത്രത്തിനെ കുറിച്ച് ഭംഗിയായിട്ട് വിവരണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുന്നതാണ്. കാരണം ക്ഷേത്രം ഉണ്ടാകണം, ക്ഷേത്രത്തിനകത്തുള്ള ദേവൻ ഉണ്ടാകണം, ക്ഷേത്രത്തിലെ ദേവൻ എങ്ങനെ പരിപാലിക്കണം, ക്ഷേത്രം ഓരോ കാര്യങ്ങളും മണ്ഡപവും പെരിക്കലും ഇതൊക്കെ ഏതാണെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു തന്നു. അത് ആരാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണം. അത് പക്ഷേ എന്തായാലും സന്തോഷമായി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടത് ഭഗവാന്റെ ഐശ്വര്യമാണ്. ആ ഐശ്വര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ്. അത് തീർച്ചയായിട്ടും ഭഗവാന്റെ ഐശ്വര്യം കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും നല്ല ഐശ്വര്യം ഉണ്ടെങ്കിൽ ഐശ്വര്യം പറയുകയാണ്. പെട്ടെന്ന് നല്ല ഐശ്വര്യമായിട്ട് അവസ്ഥയിലാണല്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലും നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ഐശ്വര്യം ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വിപത്താണ് മദ്യം, മയക്കുമരുന്ന് പോലുള്ള. അപ്പോൾ അതൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളുടെ പങ്ക് വളരെ അനിവാര്യമാണ്. അതിനെക്കുറിച്ചൊന്ന്. ക്ഷേത്രങ്ങളുടെ പങ്ക് അനിവാര്യമാണ്. ക്ഷേത്രം മാത്രമല്ല, ദേവാലയങ്ങളെല്ലാം കാര്യമായിട്ടുള്ള കാര്യങ്ങളും ആദ്യം മുമ്പ് പറഞ്ഞു ജനങ്ങൾ മനസ്സിലാക്കാറുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഈ അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിന് വേണ്ടി ഓരോരുത്തരും ഉണ്ടാകുന്ന ഓരോ സ്ഥലങ്ങളിൽ ഞാൻ കാണുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ അവസ്ഥയാണ്. കാരണം പലർക്കും അതിനുള്ള ആസക്തി ഉണ്ടാവുമായിരിക്കും. കാരണം ഈ സമൂഹത്തിന് ഇത് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ഏകദേശം ഒരു 80%
പേർക്കും ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ഷേത്രങ്ങളിലൂടെ അതിന് പരിഹരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ കേൾക്കാൻ അവർ തയ്യാറാവും. ഒരിക്കലും അത് കേൾക്കാൻ തയ്യാറാവാത്തടത്തോളം കാലം ഇതിന് ഒരു പരിഹാരം നമുക്ക് തീർച്ചയായിട്ടും നിർദ്ദേശിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് യുവതലമുറ. യുവതലമുറയിൽ പിന്നെ ഇപ്പം നമ്മൾ പറയുന്ന യുവതലമുറയിൽ ക്ഷേത്രം എന്താണെന്നോ ക്ഷേത്രത്തിലെ പിന്നെ ദേവൻ എന്താണെന്ന് പോലും അറിയാത്തവണ്ണം തൊഴിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് അവരുടെ ഭാഗത്തുള്ള തെറ്റല്ല, നമ്മുടെയൊക്കെ ഭാഗത്തുള്ള തെറ്റാണ്. ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രത്തിലെ പിന്നെ ദേവൻ എന്താണെന്നും ക്ഷേത്രത്തിൽ എന്തിനാണ് പോകുന്നതെന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിനാണ്. നമ്മുടെ വീട്ടില് സീരിയൽ കാണുന്ന സമയം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് നാമം പറഞ്ഞു കൊടുക്കുക, രാമനാമം ചെയ്യിക്കുക. ക്ഷേത്രത്തിൽ നമുക്ക് പിന്നെ ക്ഷേത്രത്തിൽ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയണതിനോട് നമ്മൾ ആദ്യം ബേസിക്കലി നമ്മളെ പഠിക്കണം. കുട്ടികൾ രാവിലെ വളർന്നുകൊണ്ടൊന്നും കാണുന്നുണ്ട്, അവരുടെ വളർച്ചയിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഇതാണ്. പിന്നെ രാവിലെ പിന്നെ ഒരു നേരം കുട്ടിക്ക് പിന്നെ ആഹാരം കൊടുക്കാൻ നേരത്തെ മൊബൈലില്ലെങ്കിൽ ആ കുട്ടി ഊണടിക്കുന്ന ആ അവസ്ഥയിലാണെന്ന്. അപ്പോൾ ആ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പിന്നെ ആദ്യമേ നമ്മുടെ ബേസിക്കലി നമ്മുടെ തന്നെ ചെയ്യാം. ഒരു പ്രഗത്ഭയായിരിക്കുന്ന ഒരു കുട്ടി 24 hours അതിനെക്കൊണ്ട് 5 മണിക്കൂർ പിന്നെ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ആളുടെ ടെൻഡൻസി കുട്ടിക്ക് ഉണ്ടാവും എന്നുള്ള സത്യമാണ്. പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞാൻ ഒട്ടാണെന്ന് പറയും. പക്ഷെ അതല്ല സത്യം. അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം പിന്നെ മഹാഭാരതത്തിൽ സൂചിച്ചിട്ടുണ്ട്. പിന്നെ ചക്രവ്യൂഹം ചമയ്ക്കാനായിട്ട് അർജുൻ പറഞ്ഞു. അർജുൻ ഉറങ്ങി പോകുമ്പോഴത്തേക്ക് അഭിമന്യു അത് കേട്ടു എന്ന് പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് ഇതെല്ലാം അറിയാനുള്ള അവസ്ഥയുണ്ട്. പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും അതറിയാനുള്ള പിന്നെ അവസ്ഥയാണ് കുട്ടിക്കുള്ളത്. അപ്പോൾ ആ കുട്ടി 24 hours മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ എന്തായിരിക്കും അവസ്ഥ വരികയാവുക. അപ്പോൾ അത് ഈ കുട്ടികൾക്ക് എന്താ ഇങ്ങനെ ഈ ആവശ്യമില്ല. പണ്ട് കാലങ്ങളിൽ മഞ്ഞയും ചുവപ്പും ഒന്നും കുട്ടികൾ ഉണ്ടായിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൽ എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അനുവർത്തിക്കുന്ന രീതിയാണ്. അപ്പോൾ ആ രീതി നമുക്ക് പാരമ്പര്യേതര അല്ലാത്ത സംഭവങ്ങളിൽ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പോൾ ആ രീതി ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ആ കുട്ടി വളർന്നു വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടെൻഡൻസി അതായിരിക്കും. പലരും പറയാറുണ്ട് ആ കുട്ടിക്ക് ഷാർപ്പ് ബ്രെയിനാണെന്നത്. കാരണം ആ കുട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതാണ്. ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഭയങ്കരമായ അറിവാണെന്ന് ചിലർ പറയാറുണ്ട്. ഭയങ്കരമായിട്ടുള്ള അറിവാണ് കുട്ടിക്ക് ഷാർപ്പ് ബ്രെയിനാണെന്ന് പറയുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ആ കുട്ടിക്കുള്ള പിന്നെ ദൂഷ്യഫലങ്ങൾ ആരും പറയാറില്ല. നല്ല ബ്രെയിനാണ്. പക്ഷേ അതിനുണ്ടായ ദൂഷ്യഫലങ്ങൾ അതിൻ്റെ കുറ്റമല്ല. അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യവും ആ വളർന്നു വരുന്ന അവസ്ഥയും. അപ്പോൾ അത് പിന്നെ IT മേഖല പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. IT സംഭവമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അംശം ഈ കുട്ടിയുടെ പിന്നെ മുകളിലേക്ക് കൃത്യമായിട്ടെത്തും. കാരണം പൊക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഈ പൊക്കിക്കൂടി നമ്മുടെ ശരീരം തന്നെയല്ലേ. അപ്പോൾ അത് അവിടുന്ന് മുകളിലേക്ക് പോകുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പിന്നെ പകർന്നു കിട്ടുന്ന സംഭവമല്ല ഇതാണ്. ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരാള് അങ്ങോട്ട് കിട്ടും അമ്മായിമ്മ പിന്നെ അടിക്കുമ്പോഴും ഇതൊക്കെയുള്ള കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇതൊക്കെ തന്നെയാണ്. ആ ടെൻഡൻസി തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ ഞാൻ പറയുന്നത് ചുമ്മാ ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കണം. കാരണം പിന്നെ പല കുട്ടികളും പിന്നെ ആ രീതിയിൽ വളരെ പ്രശ്നമാണ്. കാരണം മൊബൈൽ കാണാതെ ചോറ് കഴിക്കുന്ന കുട്ടികൾ കുറവാണ്. ഇന്ന് മൊബൈലില്ലാത്ത കുട്ടികൾ കുറവാണ്. മൊബൈൽ സാധാരണഗതിയിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കും മുതിർന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് ബഹുമാനം. ഇന്ന് ആ സമയത്ത് ഒരു തിരിഞ്ഞ് വന്ന ആരാണെന്ന് നോക്കിയിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കുട്ടി അങ്ങനെ ബഹുമാനിക്കണമോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് വേണമോ? മുതിർന്നവരെ ബഹുമാനിക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലും അതൊരു നമ്മുടെ ഉത്തരവാദിത്വമല്ല. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കുണ്ടാകുന്ന വിരുദ്ധമാണ്. ആ വിരുദ്ധം ഇല്ലാതാക്കുമ്പോഴത്തേക്കാണ് ഇത് നമുക്ക് ഇതിനും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. കാരണം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ സീരിയൽ കണ്ടവര് ഇത് കണ്ടിട്ട് കരയുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുള്ളത് ഇത് കണ്ട് കരയുന്ന സമയം ഉണ്ടെങ്കിൽ 10 നാമം ചെയ്തിരിക്കും. അതൊക്കെ അത്യാവശ്യം. അല്ലാണ്ട് ഇത് മാത്രം കണ്ടുകൊണ്ടെങ്കിൽ സീരിയൽ കണ്ടുകൊണ്ട് സീരിയലുകൊണ്ട് ജീവിതം ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. ജനങ്ങൾക്ക് ഗുണകരമായിട്ട് ഒരു സീരിയൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പല വർഷവും ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ജീവിതമായിട്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ. കാണുന്നതൊക്കെ കണ്ടോ, പക്ഷെ സദ്യക്ക് നാമം ചെയ്യണം. ആ നാമം ചെല്ലാനുള്ള അവസ്ഥ എന്താ ഇതൊക്കെ പറയാനുള്ളൂ.
കണ്ണനെ പൂജിക്കാൻ അവസരം കിട്ടി പവിത്രമായൊരു ജന്മമാണ് ശാന്തിയുടേത്. അപ്പോൾ ഇത്രയും സമയം നമ്മളെ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ കണ്ണൻ്റെ പേരിലുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ ഈ തിരക്കിനിടയിലും അവസരം ഒരുക്കപ്പെടുന്ന ശാന്തിയോട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരോട് എന്ത് ഉപദേശമാണ് പറയാനുള്ളത്? ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലമാണ്. നമുക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്തേക്ക് വരുന്ന പദ്ധതികളുണ്ട്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രമിക്കുക. പിന്നെ തൊഴാൻ വരുന്ന ഒരു കുടുംബകാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ കാരണം പല ദിവസങ്ങളിലും ഞാൻ രാവിലെ വരുമ്പോൾ ഇവിടെ പ്രദർശനം വെച്ചിരിക്കുന്ന പല ആൾക്കാരും അവർ കണ്ടുവരുന്നതും അനുവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ രാവിലെ പ്രദർശനം വയ്ക്കുന്നു, കൂടെ നിന്ന് വീട്ടുകാര്യങ്ങളൊക്കെ. നമുക്ക് വേണ്ടത് സമാധാനമാണ്. ആ സമാധാനം വീട്ടുകാര്യങ്ങളിൽ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആയിരിക്കണം. ദയവായി മറ്റുള്ളവരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കുക. ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ഭഗവാന്റെ മുമ്പ് ഭഗവാനി എന്നുള്ള വിളിയോട് നിൽക്കുക. ക്ഷേത്രത്തിൽ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും വരിക. ക്ഷേത്രാംഗണവും ബാക്കിയുള്ള പരിസരങ്ങളും ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. എപ്പോഴും പിന്നെ ശുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക. ഇതൊക്കെയാണ് എനിക്ക് ഭക്തജനങ്ങളോട് ജീവിതമായിട്ട് അഭ്യർത്ഥനയാണ്. നിങ്ങൾ പിന്നെ ആർക്കെങ്കിലും ഈ മാനസികമായിട്ട് വിഷമം ഉണ്ടാവുന്ന രീതിയിലാണെങ്കിൽ ഒരിക്കലും ദയവായിട്ട് അത് ക്ഷമിക്കണം. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പോലെയാണ്, മനസ്സ് പോലെയാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തൊരു ജീവിതം ഒരാളിൻ്റെ ജീവിതത്തിലും ഇല്ല. നമ്മളെല്ലാവരും ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ചെറുപ്പംകൂട് നിവാസികൾക്ക് ചെറുപ്പംകൂടിലെ കണ്ണനെ വിട്ടിട്ട് ഒരു ജീവിതം ഇല്ല. അപ്പം പിന്നെ കണ്ണൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന സമയമെങ്കിലും മറ്റുള്ള ദുഃഖമെല്ലാം മറന്ന് ഭഗവാന്റെ നാമം ശരിച്ച് ക്ഷേത്രത്തിലേക്ക് പിന്നെ വരാനും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ദയവായിട്ട് ശ്രമിക്കുക. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. പലപ്പോഴും കണ്ടിട്ടുള്ളത് ക്ഷേത്രത്തിൽ വരുന്ന പിന്നെ അവസ്ഥകൾ ആൾക്കാരൊക്കെ ഇതെല്ലാം വേണം, എല്ലാം പുറത്ത് വേണം. നമുക്ക് ക്ഷേത്രത്തിനകത്ത് നമുക്ക് വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നത് നമ്മുടെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാളിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, മറ്റൊരാളിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ അത് മുൻപോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷയാണ്. തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ അത് ശ്രമിക്കുക. അതിനുവേണ്ടി ആരെങ്കിലും അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ശ്രമിക്കുക. കഴിയുമെങ്കിൽ കൊടുക്കുക. ഇതൊരു മാത്രമേ എനിക്ക് നിങ്ങളോട് ഭക്തജനങ്ങളോട് പറയാനുള്ളൂ. ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ സംഭവവും ശുദ്ധമായിട്ട് കൊണ്ടുവരും. പൂവായാലും ശരി ഇതെല്ലാം വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളാരും വൃത്തിയായിട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ നമ്മളത് കൊണ്ട് വയ്ക്കുന്ന സാധനങ്ങളും മറ്റുള്ളവർ കയറി പോകുന്ന വഴിയിലോ അങ്ങനെ പടിയിലൊക്കെ വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മണ്ഡപത്തിൽ വെച്ചാൽ മതി. അത് ശുദ്ധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഭഗവാന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെച്ചില്ല. ഭഗവാന്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആ രീതിയിൽ തന്നെ ഞാനല്ല എനിക്കിനി വരുന്ന മേശാന്തി അത് തന്നെയായിരിക്കും അനുവർത്തിക്കുന്നത്. ദയവായിട്ട് എല്ലാവരും നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാറുണ്ട്. ഉപയോഗശൂന്യമായിട്ട് കളയില്ല. എല്ലാം ഹൃദയം നിറഞ്ഞ മനസ്സോട് തന്നെ സമർപ്പിക്കും. ഇത് എൻ്റെ വാക്കാണ്. ഒപ്പം തന്നെ അടുത്ത വരുന്ന മേശാന്തി അങ്ങനെ തന്നെ ആയിരിക്കും. അദ്ദേഹവും ആ രീതിയിൽ തന്നെ അനുവർത്തിക്കുന്ന ഒരാളാണ്. ദയവായിട്ട് എല്ലാവരും ആ രീതിയിൽ തന്നെ ശുദ്ധമായിട്ട് ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു അപേക്ഷ മാത്രമേ ദയവായിട്ട് അത് പാലിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന ഭഗവാന്റെ നാമം ഉച്ചരിക്കുക. അങ്ങനെ പിന്നെ ചെയ്തു എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ എങ്കിലും അങ്ങനെയുള്ള സമയം നമുക്ക് നമ്മളെ മാറ്റി ആ കാര്യത്തിൽ മാറ്റിവെക്കുന്നതാണ് ഭഗവാന്റെ നാമം ചെയ്യുക. ആ കാര്യങ്ങൾ ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് ഒരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകരുത്. മറ്റുള്ളവരെ ആ രീതിയിൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ സംവിധാനം ചെയ്യരുത്. അങ്ങനെ ചെയ്തു എന്നുള്ളതല്ല, ആ ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ കേൾക്കുന്ന എനിക്ക് മേശാന്തി ഇങ്ങനെയൊക്കെ പിന്നെ വളരെ കണ്ടിച്ചോരൊക്കെ പെരുമാറുന്നുണ്ടോ വിശ്വത്തല്ല. നിങ്ങളുടെയൊക്കെ നന്മയാണ് എൻ്റെ ആഗ്രഹം. എനിക്കുണ്ടാകുന്ന നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കണ്ണൻ്റെ ആ ഒരു എന്താ പറയുക ഒരു അനുഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം തന്നെയാണ് നിങ്ങളോട് സംസാരിക്കേണ്ട അവസ്ഥയുണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം കർമ്മം മാത്രം എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും നല്ലതും എന്താണ് സുഖങ്ങൾ ഉണ്ടാവട്ടെ. ദുഃഖം മാത്രമല്ല സുഖങ്ങളും നമ്മുടെ കൂടെ ഉള്ളതാണ്. എപ്പോഴും എല്ലാവർക്കും സുഖസൗഖ്യം ഉണ്ടാകട്ടെ എന്ന് കണ്ണൻ്റെ നാളിൽ എല്ലാവരോടും ആശംസിക്കുന്നു.
നന്ദി.